Hi kids, good morning. Welcome to today's English time. We are discussing the story Life with Grandfather. We discussed a part of the story in 2 videos and today is the third part. We had seen that Raja's life with the grandpa was very happy. One day Raja played a trick on grandpa and both of them got soaked in rainwater. Grandpa became angry and Raja ran away and hid in the cowshed. He didn't return till night. Grandma looked for him everywhere, but she couldn't find him. Now let us look what happened thereafter. ഗ്രാൻഡ്പായ്ക്കൊപ്പമുള്ള രാജയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം അവർ ഗാർഡനിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ മഴത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ചന്ദനമരം രാജയുടെ കണ്ണിൽപ്പെട്ടു. അവൻ ആ മരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് മരം ഒന്ന് പിടിച്ചു കിട്ടി. ഗ്രാൻഡ്പായും രാജായും ഈ മഴവെള്ളത്തില് നനഞ്ഞു. ദേഷ്യം വന്ന ഗ്രാൻഡ്പ രാജായെ അടിക്കുമെന്നായപ്പോൾ അവൻ ഓടി പാടി ഫീൽഡിലേക്ക് മറിഞ്ഞു. രാത്രിയായപ്പോൾ അവൻ കൗഷെഡിൽ വന്ന് വിളിച്ചിരുന്നു. രാത്രി ഇരുട്ടിയിട്ടും അവൻ വീട്ടിലെത്തിയില്ല. ഗ്രാൻഡ്മ വളരെ വിഷമിച്ച് അവനെ അവിടെ എല്ലാം തേടി നടന്നു. പക്ഷെ ഗ്രാൻഡ്മയ്ക്ക് അവനെ കണ്ടെത്താനായില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. The news spreads. Then grandfather stood up and went outside and called aloud, "Come, Raja, come. I won't beat you." But I did not answer him, for I thought that he would beat me. Grandmother was angry and said, "He won't come. You drove him away. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away." Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they would not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. Grandfather became very sad. He stood up from the chair and he went out and called Raja. He said that he would not beat Raja. അപ്പം ഗ്രാൻഡ്ഫാദറിന് വളരെ വിഷമം തോന്നി. അദ്ദേഹം ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി, "രാജാ വരൂ, ഞാൻ നിന്നെ അടിക്കില്ല, വീട്ടിലേക്ക് വരൂ" എന്ന് രാജായെ വിളിച്ചു. ബട്ട് രാജ ഡിഡ് നോട്ട് ആൻസർ. രാജ മറുപടി ഒന്നും പറഞ്ഞില്ല. വൈ? ബിക്കോസ് ഹി തോട്ട് ദാറ്റ് ഗ്രാൻഡ്ഫാദർ വുഡ് ബീറ്റ് ഹിം. ഗ്രാൻഡ്മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്. ഗ്രാൻഡ്മദർ വളരെ വിഷമിച്ചിരിക്കുക. ഷീ ഗോട്ട് ആംഗ്രി ടു ഗ്രാൻഡ്പ ആൻഡ് സെഡ് ദാറ്റ് ഹി വോണ്ട് കം. രാജ ഇനിയും വരികയില്ല. യു ഡ്രോവ് ഹിം അവേ. കുട്ടിയെ നിങ്ങളാണ് ഓടിച്ചു വിട്ടതെന്ന് ഇങ്ങനെ ഗ്രാൻഡ്പായോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ കേട്ടതാണ്. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ അടിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് എന്ന് ഗ്രാൻഡ്ഫാദറിനോട് പറഞ്ഞു. പാവം കുട്ടി. ഹീ ഈസ് അഫ്രൈഡ് ഓഫ് യു. അവന് നിങ്ങളെ പേടിയാണ്, അതുകൊണ്ട് അവന് എവിടേക്കോ ഓടിപ്പോയി എന്ന് ഗ്രാൻഡ്മ ഇങ്ങനെ ഗ്രാൻഡ്ഫാദറിനോട് ദേഷ്യപ്പെട്ടു. ഗ്രാൻഡ്ഫാദർ കോൾഡ് ദ സെർവൻസ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. ഗ്രാൻഡ്ഫാദറിനും വിഷമം തോന്നി. അദ്ദേഹം സെർവൻസിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ പോയി ഒന്ന് നോക്കിയിട്ടോ, എവിടെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. സോ ദ സെർവൻസ് വെൻറ്റ് ഔട്ട് ആൻഡ് after some time they returned and said that they could not find me. രാജയെ കാണാൻ പറ്റിയില്ല, ഞങ്ങൾ അങ്ങും ഇങ്ങുമൊക്കെ അന്വേഷിച്ചിട്ടും രാജയെ കണ്ടില്ല എന്ന് പറഞ്ഞ് പോയ സർവൻസ് ഒക്കെ തിരിച്ചു വന്നു. ഗ്രാൻഡ്മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് മീനിങ് ക്രൈയിങ്, കരയാൻ തുടങ്ങി. ഗ്രാൻഡ്ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. ഇത് കേട്ടിട്ട് ഗ്രാൻഡ്ഫാദറിന് ഒരു വലിയ വിഷമം, ഒരു വെപ്രാളം തോന്നി. അയ്യോ, കുഞ്ഞിനെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. The grandpa also became very sad and thought what he has to do. എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നടന്നു. The news that I was missing spread.
Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. Grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go out and find him instead of wasting your time here?" The news that I was missing spread. എന്നെ കാണുന്നില്ല എന്നുള്ള ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. ഫസ്റ്റ് അവർ നെയ്ബേഴ്സ് കെയിം. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലായാലും എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊരു ദുഃഖവാർത്തയാണെങ്കിൽ നമ്മുടെ അയൽക്കാരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഓടി വരും. ഇതേപോലെ തന്നെ രാജായുടെ നെയ്ബേഴ്സ് ആദ്യം വന്നു. അവർ നെയ്ബേഴ്സ്, പീപ്പിൾ ഹൂ ലിവ് നിയർ ബൈ ആണ് നെയ്ബേഴ്സ്. ദെൻ അവർ റിലേറ്റീവ്സ് ആൻഡ് ദെൻ അതേഴ്സ് ഹൂ ഹാഡ് ഹേർഡ് ദ ബാഡ് ന്യൂസ്. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ്, അതുപോലെ ഈ ബാഡ് ന്യൂസ് കേട്ട ആളുകളെല്ലാം ഓരോരുത്തരായി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിനെ അവരുടെ വിഷമം അറിയിക്കാൻ, ഗ്രാൻഡ് മദറിന്റെ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ ധാരാളം ആളുകൾ അവിടെ എത്തി. സിമ്പതി മീനിങ് ഷോയിങ് കെയർ അബൌട്ട് സംബഡീസ് പ്രോബ്ലം. മറ്റുള്ളവരുടെ പ്രശ്നത്തിലൊരു കെയർ അല്ലെങ്കിൽ സഹതാപം കാണിക്കുക എന്നുള്ളതാണ് സിമ്പതി. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഗ്രാൻഡ് ഫാദറിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഹി ഷൗട്ടഡ്, "നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്." കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹി ഈസ് ഹൈഡിങ് സംവെയർ. അവൻ ഇവിടെ എവിടെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒളിച്ചിരിക്കുകയാണ്. അല്ലാതെ കുട്ടി എങ്ങും മിസ്സിംഗ് ഒന്നും ആയിട്ടില്ല എന്ന് ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു. "കോൺ സം ഓഫ് യു ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ." നിങ്ങൾ കുറേ പേർക്ക് ഒന്ന് വെളിയിലേക്ക് പോയി അവനെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൂടെ? അതിന് നിങ്ങൾ ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം വെളിയിലേക്ക് പോയി അവനെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാമല്ലോ എന്ന് ഗ്രാൻഡ് ഫാദർ ചോദിച്ചു. സം ഓഫ് ദം വെന്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. ബൈ നൗ grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. I felt very sorry for grandmother. I wanted to come out. ഗ്രാൻഡ് ഫാദറിൻ്റെ ചോദ്യം കേട്ട്, നിങ്ങളിവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് വെളിയിലേക്ക് പോയി അവനെ ഒന്ന് നോക്കിക്കൂടെ, അന്വേഷിച്ചുകൂടെ എന്നുള്ള ചോദ്യം കേട്ടിട്ട് അവിടെ കൂടി നിന്ന കുറേ ആളുകൾ വെളിയിലേക്ക് എന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടി പോയി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. കൂടുതൽ ആളുകൾ ന്യൂസ് അറിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ അവിടെ ഒരു വലിയ ബിഗ് ക്രൗഡ് ഉണ്ടായി, ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായി. ഇത് കണ്ട് ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. ഗ്രാൻഡ് മദർ ബിക്കം വെരി ഡെസ്പറേറ്റ്. ഗ്രാൻഡ് മദറിന് നിരാശയായി. ഇനി എന്നെ ഒരിക്കലും കാണാൻ പറ്റുകയില്ല എന്നുള്ള ചിന്തയായി ഗ്രാൻഡ് മദറിന്. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. ഗ്രാൻഡ് മദർ ഇങ്ങനെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ കുഞ്ഞ് ഒരു നല്ല കുട്ടിയായിരുന്നു. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺ വിത്തൗട്ട് ഫൈൻഡിങ് മീ. അന്വേഷിച്ചു പോയ ആളുകളൊക്കെ എന്നെ കാണാതെ തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. ഗ്രാൻഡ് മദർ കരച്ചിലങ്ങ് ഉച്ചത്തിൽ കരഞ്ഞു. ദ വിമൻ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റ്. അവിടെ കൂടിയിരുന്ന സ്ത്രീകളെല്ലാം കരഞ്ഞു. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. വീട്ടിലെ സെർവൻസും എല്ലാം, വെയിലിംഗ് മീനിങ് ക്രൈയിങ്, കരച്ചിൽ, എല്ലാവരും കരച്ചിലായി. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വെയർ ഡെഡ്. ഞാൻ മരിച്ചതുപോലെ അവരെല്ലാം പെരുമാറി. അവരുടെ കരച്ചിൽ കണ്ടാൽ ഞാൻ മരിച്ചു പോയെന്നാണ് തോന്നുന്നത്. ദേ ആക്റ്റഡ് ആസ് ഇഫ് ഐ വെയർ ഡെഡ്. എല്ലാവരും വിളിച്ചു പോയി. ഇതെല്ലാം കണ്ട് നമുക്കറിയാം, വേർ വാസ് രാജ ദെൻ? യെസ്, ഹി വാസ് ഹൈഡിങ് ഇൻ ദ കൗഷെഡ്. ഹി കുഡ് സീ ഓൾ ദ ഹാപ്പനിങ്സ് ദെയർ. So Raja felt very sorry for grandmother. He wanted to come out. ഗ്രാൻഡ് അവന് സോറി തോന്നി. ഗ്രാൻഡ് മദറിൻ്റെ ഈ സാഡ് കണ്ടീഷൻ കണ്ട് അവൻ വിഷമിച്ചോണ്ടിരുന്നു. സോ ഹി വാണ്ടഡ് ടു കം ഔട്ട്. അവന് വെളിയിൽ വരാൻ ആഗ്രഹിച്ചു. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ, ബട്ട് ഐ ന്യൂ that he too felt very sad. He did not, however, lose hope. He stood up,
turned in the direction of our family temple and prayed. "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. Grandfather was a man of strong will. ഗ്രാൻഡ് നല്ല ഒരു വിൽ പവറുള്ള ആളാണെന്ന് എനിക്കറിയാമായിരുന്നു. ബട്ട് ഹി ഓൾസോ ഫെൽറ്റ് വെരി സാഡ്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വളരെ വലിയ ദുഃഖമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹി ഡിഡ് നോട്ട് ലോസ് ഹോപ്പ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആശ കൈവിട്ടില്ല. ഹി സ്റ്റുഡ് അപ്പ്, ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേയ്ഡ്. അദ്ദേഹം എഴുന്നേറ്റ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹെൽപ്പ് മീ ഗോഡ്, ഗീവ് മീ മൈ ചൈൽഡ്. ദൈവമേ സഹായിക്കണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരണേ. ഐ വാണ്ട് ഹിം നൗ. എനിക്കിപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കാണണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. എനിക്ക് ഒത്തിരി സമയം കാത്തിരിക്കാൻ പറ്റില്ല. ഐ വാണ്ട് മൈ ചൈൽഡ് നൗ ഇറ്റ് സെൽഫ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം സൈലന്റ് ആയിട്ട് അവിടെ ഡയറക്ഷനിലേക്ക്, ഫാമിലി ടെമ്പിളിന്റെ ഡയറക്ഷനിലേക്ക് നോക്കി നിന്നു. At that moment, uncle returned. He learned what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me and said, "God heard my prayers and has given you back to us." ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴത്തേക്ക് അങ്കിള് വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്കിൾ റിട്ടേൺഡ്. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. എന്താണ് വീട്ടിൽ സംഭവിച്ചെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗെസ്ഡ് വെയർ ഐ വാസ്. അദ്ദേഹം ചുറ്റും ഒന്ന് നോക്കി. എന്നിട്ട് അദ്ദേഹം തന്നെ ഊഹിച്ചു, എവിടെ കാണും, രാജ എവിടെ കാണുമെന്ന് ഊഹിച്ചു. ഹി കെയിം ടു ദ കൗഷഡ്. അദ്ദേഹം അമ്മാവന് കൗഷഡിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങി വാ രാജായെന്ന്. രാജ കം ഡൗൺ. സോ ഐ കെയിം ഡൗൺ. ഞാൻ ഇറങ്ങിച്ചെന്നു. അങ്കിൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദറിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ. ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ എന്നെയാണ് കണ്ടത്. ഗ്രാൻഡ് ഫാദർ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് ഹി ഹഗ്ഡ് മീ. എന്നെ കെട്ടിപ്പിടിച്ചു. ആൻഡ് സെഡ്, "God heard my prayers and has given you back to us." ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഇത്രയുമാണ് ആ സ്റ്റോറി. അവിടെ നിന്ന് ആളുകളെല്ലാം വളരെ സന്തോഷമായി. നിങ്ങൾക്കും സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ സ്റ്റോറി ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ഈ സ്റ്റോറി നിങ്ങൾ ശരിക്കും ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോലെ കുസൃതിക്കാരനായ ഒരു കുട്ടിയായിരുന്നു രാജ. നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കുസൃതികൾ പലപ്പോഴായിട്ട് വീട്ടിലെ അമ്മൂമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ സ്റ്റോറി നിങ്ങൾ 2-3 പ്രാവശ്യമെങ്കിലും വായിക്കുക. ഈ ലെസന്റെ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാകും. എല്ലാവരും ഇതുകൊണ്ട് ടെക്സ്റ്റ് വായിക്കുക, സ്റ്റോറി ശരിക്കും എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.